തുനാകെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഏത് മുട്ടായി എടുക്കണമെന്നല്ലേ. ഹായ് ഗൈസ്, സാലിസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മാൾ ഓഫ് ഒമാൻ. ഒമാനിലേക്ക് വന്നിരിക്കുന്നു ഗൈസ്. നമ്മളിപ്പോ എവിടെയുള്ളത് ഗൈസ്? നമ്മളിപ്പോ മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. ഇവിടുത്തെ ഏറ്റവും വലിയ മോളാണ് അല്ലേടാ? ഏറ്റവും വലിയ മോളല്ലേ? ഒമാനിലെ തന്നെ ഏറ്റവും വലിയ മോളാണ് മാൾ ഓഫ് ഒമാൻ. അപ്പൊ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. നിസാന്റെ ടിഡ. അപ്പൊ നമ്മളവിടെ പാർക്ക് ചെയ്തു. നമുക്കിന്ന് മോളിൽ കയറി വെക്കല്ലോ പുത്തു. നമ്മളിവിടെ വാസ്കത്തിൽ വന്നേ പിന്നെ മോളിൽ കയറിയില്ലെങ്കിൽ ഒരു രസമില്ലല്ലേ. അപ്പൊ നമുക്ക് മോളിൽ കയറിയിട്ട് ഇവിടെ ഡ്രോണൊന്നും ഉണ്ടാവില്ലടോ. നമ്മള് പിന്നെ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കണം അല്ലേ. മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വോക്ക് സിനിമാസ് സ്നോമാൻ, സ്നോ ഓഫ് ഒമാനാ. ഇതിന്റെ ഉള്ളില് മറ്റേ സ്നോ ഇതിലുണ്ട്. നമ്മൾ ഫുഡ് കോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഫുഡ് കോർട്ടിൽ ഇവിടെ ഏകദേശം എല്ലാ ടൈപ്പ് സാധനം ഉണ്ട്. KFC ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബർഗർ ഉണ്ട്. മുത്തു എന്തെന്നാ കഴിക്കുന്നത്? ഇപ്പൊ ഗൾഫ് കൺട്രീസിലെല്ലാം പൊതുവെ KFCയിൽ നല്ല തിരക്ക് കുറവാണ്. സാധാരണ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സ്ഥലമാണ്. മാംഗോ. അതിന്റെ മേലെയായിട്ട് നമുക്കൊരു മാജിക് പ്ലാനറ്റ് കാണാം. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറി എൻലെസ് ഫൺ വിത്ത് അവർ ത്രില്ലിംഗ് ഗെയിംസ് ആൻഡ് റൈഡ്. മുത്തു നമ്മളെന്താ വാങ്ങിച്ചിരുന്നു? KFC നമുക്ക് കഴിക്കാം അല്ലേ കേസ്? നമ്മള് ഇലക്ട്രോണിക്സിന്റെ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാല് നമ്മളൊന്ന് കയറി നോക്കും. സാംസങ് S24 കണ്ട് നല്ല സാധനങ്ങൾ അടുത്തായിട്ട് നമുക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഏകദേശം എല്ലാ ബ്രാൻഡും സാധനങ്ങളും ഇതിനുള്ളിലുണ്ട്. കേടും മോസറിന്റെ ഒക്കെ കുഞ്ഞു സാധനം ജർമ്മനി. സാംസങ്ങിന്റെ 80 ഇഞ്ചോ ഇത് എത്ര ഇഞ്ചോ വരാന്? 98 ഇഞ്ചോ? മോനെ സെറ്റ് സാധനം. 24 അൾട്രാന്റെ റേസ് വന്നിട്ട് 544 ഒമാനി റിയാൽ. വാവ്. ഇതായത് കൗണ്ടർ സെറ്റ് ആക്കേണ്ട. ഇന്ത്യൻ ടൂവൊക്കെ റിലീസ് ചെയ്തു. ഇന്ത്യൻ ബാഡ് ന്യൂസ്. ഇപ്പം ഇത് വോക്സ് സിനിമാസ്. നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിയേറ്ററാണ്. ഓക്കെ, നമുക്കറിയാം. നമ്മൾ പടമൊന്നും കാണുന്ന ഒരു മൂഡിലൊന്നല്ല. മുത്തോ സ്നോയിൻ്റെ കണ്ട നമ്മളെ കൊതിപ്പിച്ച് കയറ്റും. അതുപോലെ തന്നെ അത് കണ്ട നമ്മൾ സ്കാറ്റിങ് പഠിക്കുന്ന ആൾക്കാർക്കുള്ളൊരു സംഭവം. അത് നമുക്കിങ്ങനെ പിച്ച വെച്ചതിലോട്ട് പോവാം. അതൊന്നും ആരും സ്കേറ്റിങ്ങും ചെയ്യാന്ന് കാണുന്നില്ല. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാം. വലിയൊരു ഏരിയ ആണെന്ന് കേട്ടാ. സ്പോർട്സിന്റെ ഒരുപാട് സംഭവങ്ങളാണ്. കുറച്ച് ടീം വേണ്ട. വലിയ ഏരിയ, നല്ല നല്ല വലിയ ഏരിയ. നാട്ടിലെല്ലാം കാണുന്ന ഇതിന്റെ ജൂനിയറാണ്. ഇത് നല്ലൊരു സ്പേസ് ഇതിലുണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് വെച്ചാല് 13 റിയാൽ 500 പൈസയാണ് നമുക്കിതിൽ കയറാനുള്ള റേറ്റ്. നമ്മളെ നാട്ടിലുള്ള റേറ്റ് വന്നിട്ട് ഒരു 3000-ന്റെ അടുക്ക് വരും. അപ്പൊ നമുക്ക് ശരിയാവില്ല മുത്തു. ഓക്കെ, നമ്മളെന്തായാലും തായ്ലാൻഡിൽ പോകാൻ പോകാം. അപ്പൊ നമുക്ക് എല്ലാ പരിപാടികളും തായ്ലാൻഡിലേക്ക് പോവാം. തായ്ലാൻഡിലേക്ക് നമ്മളെ ഫണ്ട് കംപ്ലീറ്റ് തായ്ലാൻഡിലേക്ക് മറിച്ചിട്ടുള്ളത്.
ഇവിടുത്തെ മാജിക് പ്ലാനറ്റ്. കളിക്കുന്ന സാധനങ്ങൾ ഒരുപാടുണ്ടല്ലോ. മുത്തു കളിക്കുന്ന മുത്തുവിന്റെ ചിരി നോക്കി. ബസ്സിലുള്ള പാടെ കയറി കുത്തി ചോർച്ചാലോ. വേണോ ഷിയാബെ? 1,300 1,300 100 ഗ്രാം ആയിരിക്കും. ഡിസ്റ്റന്റ് ഓപ്പൺ ചെയ്ത സാധനം ഞെക്കിയിട്ട് എടുക്കണേ. അത് അമർത്തി വെക്കണേ. ചിലപ്പോൾ കേടുണ്ടാവും. നല്ല നോക്കിയിട്ട് എടുത്തോ. ഇന്ത്യൻ്റെ പഴങ്ങളുണ്ട്, ഇക്വഡോറിൻ്റെ പഴങ്ങളുണ്ട്, പാകിസ്ഥാൻ്റെ മാമ്പഴമുണ്ട്, ഈജിപ്തിൻ്റെ മാമ്പഴമുണ്ട്. ചെറുതല്ല, വലുതെടുത്തോ. വലിയ ബോട്ടിലെടുത്തോ. 60 ബോട്ടിലെടുത്തോ. അതന്നെ അതെടുത്തോ. ജ്യൂസ് വേണോ? മുട്ടായി എടുത്തോ. ഏതാ വേണ്ടേ? ഇത് വേണോ? കിൻഡറിൻ്റെ വേണോ? തുനാകെ കൺഫ്യൂഷൻ ആയിട്ടാണല്ലേ ഇത് മുട്ടായി എടുക്കണമെന്നല്ലേ. പെട്ടെന്ന് നോക്ക്. ചോക്ലേറ്റ് ഉണ്ട്. ചോക്ലേറ്റ്. അപ്പോൾ ഒമാനത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നുണ്ട് അല്ലേ? ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് തായ്ലാൻഡിലേക്കുള്ള പരിപാടിയാണ്. 23rd വന്നിട്ട് തായ്ലാൻഡിലേക്കുള്ള നമ്മൾ ഫ്ലൈറ്റാണ്. ഒമാനിൽ തന്നെയാണ് നമ്മൾ തായ്ലാൻഡിലേക്ക് പോകുന്നത്. ഒമാന് നമ്മൾ എടുത്ത ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒമാൻ ടു ബോംബെ എന്ന് നേരെ കണക്ഷൻ ഫ്ലൈറ്റാണ്. ബോംബെ നിന്ന് നേരെ തായ്ലാൻഡ്. അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത തായ്ലാൻഡ് വീഡിയോ ആയിട്ട് നമുക്ക് കാണുമ്പോഴേക്കും സുലാൻ. ഓക്കേ.